നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. അപ്പോൾ ഗ്രീൻ മീഡിയ ചാനലിലെ ക്ഷേത്രായനം എന്ന പരിപാടിയുടെ യാത്രക്കിടയിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് താന്നിമൂടിലാണ്, മയ്യനാട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വലിയ തോട്ടത്തുകാവ് ശിവക്ഷേത്രം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ മുട്ടറക്കൽ പോലെയുള്ള ശിവപൂജയുള്ള ക്ഷേത്രങ്ങളൊക്കെയാണത്. നമുക്ക് ഈ പുണ്യപുരാതനമായ കാഴ്ചകളും യാത്രകളും ഒക്കെ നമ്മൾ ധാരാളം തരുന്ന കൂട്ടത്തിൽ ഈ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില ആൾക്കാരുണ്ടാകും. ചില ആശുപത്രിയിൽ ഡോക്ടർമാരുണ്ടാകും, അതേ സ്ഥലത്ത് തന്നെ വേറെ കളക്ടർമാരുണ്ടാകും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ വരിക്കമില്ല പാലക്കാട്ടുകാരനായ അനീഷ് മേൽശാന്തിയാണ് ഇവിടുത്തെ പൂജാരി. അപ്പൊ അദ്ദേഹം ഇവിടെ നിന്നും വീണ്ടും പ്രൊമോഷൻ കിട്ടി പോകുന്ന പറഞ്ഞാണ് അദ്ദേഹം പോകുന്നത് നേരെ ആറ്റുകാൽ ഭഗവതിയുടെ തിരുസന്നിധിയിലേക്കാണ്. അത് വളരെ ഭയങ്കര ഐശ്വര്യമാണ്. വയനാട് ക്ഷേത്രങ്ങളുടെ ഒരു പ്രദേശം കൂടിയാണ്. ഏതായാലും ഇത്രയും ആൾക്കാർ വളരെ സന്തോഷമായിട്ട് അദ്ദേഹത്തെ യാത്രയപ്പ് നൽകിയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ജനങ്ങൾ എത്തിക്കാനാണ് വന്നത്. ചിരപുരാതനമായ 700 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രം ഇങ്ങനെ പുരോഗമിച്ച് വളരെ വലിയ രീതിയിലായിട്ടുണ്ട്. ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നമ്പൂതിരിക്ക് നമ്മുടെ വകയും ഒരു യാത്രയപ്പൊക്കെ നമുക്ക് ഇതിനെ കൊടുക്കാം. ഈ ഒരു ക്ഷേത്രം വലിയ ഒരു പുണ്യക്ഷേത്രമായി തന്നെ നിലനിൽക്കുന്നതിനാൽ ഇനിയും ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വലിയ തോട്ടത്തുകാവ് ക്ഷേത്രം എന്ന് പറയുന്നത് ചെറിയ ക്ഷേത്രമൊന്നുമല്ല കേട്ടോ. ശിവന്റെ ഒരു പ്രഭാവമുള്ള സ്ഥലങ്ങളെല്ലാം വളരെ മനോഹരമായ സ്ഥലങ്ങളായിരിക്കും. അതുപോലെയുള്ള ആ നാടിനും ഭയങ്കര ഐശ്വര്യമായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഈ കുംഭമേളയ്ക്കൊക്കെ പോയിട്ട് വന്നപ്പോൾ അവിടുത്തെ ശിവന്റെ ഐശ്വര്യം കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും വലിയ തോട്ടത്തുകാവ് വലിയ ഒരു പ്രകാശം വരുത്തുന്ന നല്ലൊരു ആത്മീയതയുടെ കേന്ദ്രമായി മാറട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. വ്യത്യസ്തമായ പൂജാതി കർമ്മങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ മയ്യനാട് വലിയ തോട്ടത്തുകാവ് മഹാദേവർ ക്ഷേത്രം. ഏകദേശം 700 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും ശിവവിളക്ക് എന്ന ആചാരം നടന്നുവരുന്നു. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ക്ഷേത്രത്തിലെത്തി മൺചിരാതുകളിൽ അഗ്നി ജ്വലിപ്പിച്ച് ശ്രീകോവിലിന് ചുറ്റും 3 വലം പൂർത്തീകരിച്ച് ശ്രീകോവിലിന് മുന്നിലെ നന്ദികേശന്റെ ചെവിയിൽ ഭക്തജനങ്ങൾ ഉദ്ദിഷ്ടകാര്യം മന്ത്രിക്കുന്നു. നന്ദികേശൻ ഇക്കാര്യം സാക്ഷാൽ മഹാദേവനെ അറിയിക്കുമെന്ന വിശ്വാസമാണ് ഇവിടെ നിലനിൽക്കുന്നത്. വിവാഹ തടസ്സം, മാറാവ്യാധികൾ, വിദ്യാഭ്യാസ പുരോഗതി അങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങളുമായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ ശിവവിളക്കിൽ പങ്കെടുക്കുന്നു. 21 വിളക്ക് പൂർത്തീകരിക്കുമ്പോൾ ഉദ്ദിഷ്ടകാര്യം സാധിക്കും എന്നതാണ് വിശ്വാസം. നിരവധി ആളുകളാണ് ക്ഷേത്രത്തിൽ ശിവവിളക്ക് നടത്താനായി എത്തുന്നത്. ഇവിടുത്തെ മറ്റൊരു പൂജയാണ് ദേവിയുടെ തിരുസന്നിധിയിൽ മുട്ടറക്കൽ വഴിപാട്. ജീവിതത്തിലുണ്ടാകുന്ന പല മുട്ടുകൾക്കും അറുതി വരുത്തുക എന്നതാണ് ഇതിന്റെ പ്രാധാന്യം. എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ പൂജ നടക്കുന്നു. ക്ഷേത്രത്തിലെ തന്നെ മേൽശാന്തി അനീഷ് നമ്പൂതിരിക്ക് ആറ്റുകാലമ്മയുടെ പൂജാരി ആവുക എന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും അതിനായി ശിവവിളക്കെടുത്ത തിരുമേനിക്ക് 21 വിളക്ക് പൂർത്തീകരിച്ചതോടെ അത് സാധ്യമാവുകയും ചെയ്തു. ഭക്തജനങ്ങളും ക്ഷേത്രഭരണസമിതിയും ചേർന്ന് തിരുമേനിയെ ആറ്റുകാലമ്മയുടെ സേവകനായി യാത്രയാക്കി. കൊല്ലത്ത് നിന്നും 7 കിലോമീറ്ററും കൊട്ടിയത്ത് നിന്ന് 5 കിലോമീറ്റർ ദൂരവുമാണ് മയ്യനാട് വലിയ തോട്ടത്തുകാവ് മഹാദേവർ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ടെലിഫോണിൽ ബന്ധപ്പെടാം. നമസ്കാരം, സ്വാമി ശരണം. ഞാൻ അനീഷ് നമ്പൂതിരി, പാലക്കാടാണ് സ്ഥലം. വരിക്കം ഇല്ലത്ത് അനീഷ് നമ്പൂതിരി. കഴിഞ്ഞ 1998 മുതൽ ഞാൻ മയ്യനാട് ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ ഏതാണ്ട് 5 വർഷത്തോളം ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഇവിടുത്തെ കിഴക്ക് ദർശനമായിരിക്കുന്ന മഹാദേവനും വടക്കോട്ട് ദർശനമായിരിക്കുന്ന ദേവി ക്ഷേത്രവും കൂടിയും ചേർന്ന് തുല്യ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് വലിയ തോട്ടത്തുകാവ് മഹാദേവ ക്ഷേത്രം. ഈ സന്നിധിയിൽ നിന്നും പൂജ കഴിച്ച് ഈ സന്നിധിയിൽ നിന്നും അപേക്ഷ അയച്ച് ഈ ദേവീദേവന്മാരുടെ അനുഗ്രഹത്തോടു കൂടി ആറ്റുകാൽ അമ്മയുടെ പാദസേവ ചെയ്യാൻ ഒരു ഭാഗ്യം ഈ വർഷം എനിക്ക് കിട്ടി. അടുത്ത ഒരു വർഷക്കാലം ആറ്റുകാൽ അമ്മയുടെ തൃപ്പാദ സേവ ചെയ്യാനായിട്ട് നാളെ ഇറങ്ങി പുറപ്പെടുകയാണ്. മഹാദേവന്റെയും ദേവിയുടെയും അനുഗ്രഹത്തോടു കൂടി ഈ ഒരു വർഷക്കാലം വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ അനുഗ്രഹിച്ച് തരണേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് പോകുന്നത്. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി മഹാദേവന്റെ മുന്നിൽ ധാരാളം ഭക്തന്മാർ വന്ന് പ്രാർത്ഥിച്ച് ശിവദീപം നടത്താറുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ സാധിച്ചു എന്ന് പലരും വന്ന് പറയുമ്പോഴും നമ്മുടെ കാര്യം ഒരു പ്രാർത്ഥനയിൽ ഇരിക്കുകയായിരുന്നു. തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് ദേവിക്ക് ധാരാളം മുട്ടറക്കല് കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് എന്തായാലും എൻ്റെ കാര്യവും കൂടി ഭഗവാനും ദേവിയും കൂടി സാധിച്ചു തന്നിരിക്കുകയാണ്. ഏറ്റവും വലിയ സ്വപ്നങ്ങളിലെ ഒന്നാണ് ആറ്റുകാലമ്മയെ പൂജിക്കുക എന്നുള്ളത്. കഴിഞ്ഞ 7-8 വർഷമായിട്ട് അത് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷമാണ് ആ ഭാഗ്യം എനിക്ക് കിട്ടിയത്. അത് അനുഗ്രഹിച്ചു തന്ന വലിയ തോട്ടത്തുകാവ് മഹാദേവനും ദേവിക്കും 1000 നമസ്കാരം. 2017-2018 കാലയളവിൽ ശബരിമല മാളികപ്പുറം മേൽശാന്തിയായി 1 വർഷക്കാലം പുറപ്പെടാ മേൽശാന്തിയായി
സന്നിധാനത്ത് തന്നെ കഴിയാനുള്ളൊരു ഭാഗ്യവും ഉണ്ടായി. അതിന്റെ അനുഗ്രഹം എന്നോണം ആയിരിക്കാം എനിക്ക് തൊട്ടടുത്ത് തന്നെ മഹാദേവന്റെ അവിടെ പൂജ കഴിക്കാനുള്ള ക്ഷണം കിട്ടി. അതിന് പ്രകാരമാണ് ഈ ക്ഷേത്രത്തിൽ വന്നതും ഇവിടുത്തെ സേവകനായി പൂജകനായി മാറിയതും. എന്തായാലും മഹാദേവന്റെയും മഹാദേവിയുടെ അനുഗ്രഹം ഇവിടെയുള്ള എല്ലാ ഭക്തർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഒരു വർഷക്കാലത്തേക്ക് മാറി നിൽക്കുന്നത്. ഈ ഒരു വർഷക്കാലത്തെ ആറ്റുകാൽ അമ്മയുടെ സേവനം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ക്ഷേത്രത്തിൽ തന്നെ വന്ന് തുടർന്നുള്ള പൂജകളും ചെയ്യണമെന്നും ആണ് എൻ്റെ ആഗ്രഹം. അതിന് ക്ഷേത്ര ഭരണസമിതിയോട് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരത് സാധിച്ചു തരുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് സുദേവൻ. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി മനോഹരൻ. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ബാലാലയത്തിൽ ആയിരുന്ന സമയം മുതൽ, അതായത് 22/9/2009 മുതൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയുമായിട്ട് നമ്മൾ രണ്ടുപേരും പ്രവർത്തിക്കുന്നു. ബാലാലയത്തിൽ നിന്നും 11/7/2011 ഈ കാണുന്ന ക്ഷേത്ര സമുച്ചയം നമുക്കിവിടെ സമർപ്പിക്കാൻ കഴിഞ്ഞു. 2018 മുതൽ 19 വരെ മാളികപ്പുറം മേൽശാന്തിയായിരുന്ന ശ്രീമാൻ ബ്രഹ്മശ്രീ അനീഷ് നമ്പൂതിരി അവിടുത്തെ പ്രവർത്തനം കഴിഞ്ഞ് കോവിഡിന് മുമ്പ് ഇവിടെ വരികയും അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയായി ചുമതലയേൽക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അടുത്ത് അന്ന് ഞാൻ ചോദിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശബരിമല മാളികപ്പുറം മേൽശാന്തി ആയിരുന്ന നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം അവിടെ നിന്ന് കിട്ടും, പക്ഷെ ഈ ക്ഷേത്രത്തിൽ നിന്ന് അങ്ങനെയുള്ള വരുമാനം കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണ്, ഈ ചൈതന്യം, അതുമാത്രമല്ല ഭദ്രദേവി ക്ഷേത്രത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് എനിക്ക് മാളികപ്പുറം മേൽശാന്തിയായിട്ട് കിട്ടിയത്. ഇനി എൻ്റെ ആഗ്രഹം മഹാദേവന്റെ ക്ഷേത്രത്തിൽ പണിയെടുത്ത് വീണ്ടും എനിക്ക് ശബരിമല മേൽശാന്തിയാകണം. കംപ്ലീറ്റ് ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കുകയും മുട്ടർക്കൽ പരിപാടി തുടങ്ങുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ദേവിയാണ്, നമ്മുടെ ഈ ഭദ്രദേവിയാണ് അവരുടെ ജ്യേഷ്ഠത്തിക്ക് വേണ്ടി പൂജ ചെയ്യാൻ നമ്മൾ അനീഷ് തമ്പൂരിയെ ആറ്റുകാലമ്മയ്ക്ക് കൊടുക്കുന്നത്. അദ്ദേഹം ആ ഒരു വർഷം അവിടെ തീർച്ചയായിട്ടും പൂജ ചെയ്തതിന് ശേഷം മടങ്ങി ഈ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ അദ്ദേഹത്തെ വീണ്ടും സ്വീകരിക്കും. ആറ്റുകാലമ്മയ്ക്ക് നമ്മൾ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എൻ്റെ പേര് സതീഷ് കുമാറാണ്. ഞാൻ കൂട്ടിക്കട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഏകദേശം 23 വർഷക്കാലത്തോളം ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് തിരുമേനിയുമായിട്ടുള്ള ബന്ധം, അദ്ദേഹം ജന്മംകുളം ദേവീക്ഷേത്രത്തിലെ മേൽശാന്തിയായി എത്തിയ അന്നു തൊട്ടുള്ള ഒരു ബന്ധമാണ്. ഞങ്ങളുടെ ക്ഷേത്രമായിട്ടും അദ്ദേഹം വളരെ അടുപ്പം കാണിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളോട് കൂടിയൊക്കെ തന്നെയാണ് ഞങ്ങളും ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ മേഖലയിലുള്ള പരിപൂർണ സമർപ്പണമായിരിക്കാം അദ്ദേഹത്തെ ആറ്റുകാലമ്മ അങ്ങോട്ട് ദാസനായി പ്രവർത്തിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ ഏവർക്കും അനുഗ്രഹം നൽകുന്ന രീതിയിലാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് കൂട്ടിക്കട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ഭരണസമിതി എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും അറിയിച്ചോളും. ഇവിടെ എല്ലാ ഞായറാഴ്ചയും ശിവദീപം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിപ്പം ഈ അനീഷ് നമ്പൂതിരി വരുന്നതിന് തൊട്ട് മുമ്പിരുന്ന് ജയകൃഷ്ണൻ എന്ന് പറയുന്ന തിരുമേനിയാണ് തുടങ്ങിയത്. ഇപ്പോൾ അനീഷ് നമ്പൂതിരി വന്നതിന് ശേഷം അത് കുറേ കൂടെ വിപുലമായിട്ടും കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തി ഇത് നടന്നു വരികയാണ്. പിന്നെ മുട്ടവെക്കൽ പൂജ, പിന്നെ പ്രത്യേകിച്ച് വേറെ പല പൂജകളും അനീഷ് നമ്പൂതിരി ഇവിടെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ദൂരെ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. വരുന്നവർക്കൊക്കെ ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നുണ്ട്, ഭഗവാനും ദേവിയും. ഞാനാണ് അനീഷ് നമ്പൂതിരി ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ ഇവിടുത്തെ കമ്മിറ്റി അംഗമാണ്. എൻ്റെ ഒരു സന്തോഷ്, ഇവിടെ അടുത്തുള്ളത് തന്നെ. എൻ്റെ ഭാര്യയുടെ കുടുംബക്ഷേത്രം. എൻ്റെ പേര് സിന്ധു റാണി. ഞാൻ ഈ ക്ഷേത്രത്തിലെ കമ്മിറ്റിയുടെ ഒരു അംഗമാണ്. ഇവിടെ അനീഷ് നമ്പൂതിരി പിന്നെ മേൽശാന്തിയായി വന്നതിന് ശേഷം ഒരുപാട് ഉയർച്ചകൾ ക്ഷേത്രത്തിനുണ്ടായി. ശിവദീപം തന്നെ അതിൻ്റെ പരമോന്നത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ അനീഷ് നമ്പൂതിരിക്ക് സാധിച്ചു. അതേപോലെ തന്നെ ഒരുപാട് പൂജകൾ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നു. മാത്രമല്ല മുട്ടറുപ്പ്, ഇവിടെ ശിവഭഗവാന് തുല്യ പ്രാധാന്യം
ഇവിടുത്തെ ഭദ്രാദേവിക്കുമുണ്ട്. കാരണം ഈ കുടുംബക്ഷേത്രം ആദ്യം ദേവിയുടേതായിരുന്നു. അന്ന് നമുക്ക് ഈഴവർക്ക് ശിവന്റെ പ്രതിഷ്ഠ ഒന്നും നടത്താനുള്ള അവകാശമില്ലായിരുന്നു. പിന്നീടാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തുന്നതും നമ്മൾ ശിവനെ ഇവിടെ പ്രതിഷ്ഠിക്കുന്നതും. അപ്പൊ ആ തുല്യ പ്രാധാന്യം ഇവിടെ ഭദ്രാദേവിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ തോറ്റമ്പാട്ടോടു കൂടിയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. നമ്മുടെ വലിയ തോട്ടത്തുകാവ് മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന പൂജാ വഴിപാടുകളിൽ ഏറ്റവും കൂടുതൽ ഭക്തർ പങ്കെടുക്കുന്നതും ആ പൂജ ചെയ്യാനായിട്ട് എത്തുന്നതും ശംഖാഭിഷേകം നടത്താനാണ്. ആയുരാരോഗ്യ സൗഖ്യത്തിനും ദോഷദുരിതങ്ങൾ മാറുന്നതിനും അസുഖങ്ങൾ മാറുന്നതിനും വേണ്ടി ഇവിടുത്തെ ഭഗവാന് വേണ്ടി ചെയ്യുന്ന പ്രധാന വഴിപാടാണ് ശംഖാഭിഷേകം. അതേമാതിരി ദേവീ നടയിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ നടത്തുന്ന ഒരു പ്രധാന വഴിപാടാണ് മുട്ടറുക്കൽ വഴിപാട്. തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് ദേവിയുടെ മുന്നിൽ ഭക്തര് നാളികേരവുമായി വന്ന് സമർപ്പിച്ച് നടത്തുന്ന വഴിപാടാണ് മുട്ടറുക്കൽ. അതേമാതിരി ദുർഗാദേവിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാസംബന്ധമായ തടസ്സങ്ങൾ മാറി വിദ്യാ ഉയർച്ച ഉണ്ടാവുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പ്രധാന വഴിപാടാണ് സാരസ്വതാർച്ചന. ഈ സാരസ്വതാർച്ചന എല്ലാ ദിവസവും രാവിലത്തെ നേരം ദുർഗാഭഗവതിക്ക് വേണ്ടി നടത്തുന്നതാണ്. പിന്നെ പ്രദോഷം, ഞായറാഴ്ച ദിവസത്തെ ശിവദീപം, ഇത്തരം പൂജാതി കാര്യങ്ങളിൽ പങ്കെടുക്കാനും അതിൽ പങ്കെടുത്ത് അനുഗ്രഹം വാങ്ങിക്കാനും ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ധാരാളം പേര് എത്തുന്നുണ്ട്. എത്തുന്നവർക്കെല്ലാം ഉദ്ദിഷ്ട കാര്യം നടന്നതായി സാക്ഷ്യപ്പെടുത്തി അവർ പുതിയ പുതിയ വഴിപാടുകളും സമർപ്പണങ്ങളും നടത്തി ക്ഷേത്രം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചു, ക്ഷേത്ര സൗകര്യങ്ങളെല്ലാം വർദ്ധിപ്പിച്ചു. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു ക്ഷേത്രമായി വലിയ തോട്ടത്തുകാവ് മഹാദേവ ക്ഷേത്രം മാറിയിരിക്കുകയാണ്. ധാരാളം ഭക്തര് എത്തുന്നുണ്ട്. തുടർന്നും എല്ലാ കാര്യങ്ങളും മംഗളകരമായി നടക്കാൻ എൻ്റെ പ്രയത്നവും എൻ്റെ സേവനവും ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവും എന്നുകൂടി ഞാൻ അറിയിക്കുന്നു. ശിവവിളക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലത്തെ നേരം റെസിപ്റ്റ് എഴുതിയതിന് ശേഷം 21 ആഴ്ചകളിലായിട്ട് ഭക്തർ തന്നെ അനുഷ്ഠിക്കുന്ന ഒരു വഴിപാടാണ്. ജരാത് കത്തിച്ച് ശിവഭഗവാന്റെ മുന്നിൽ ഒഴിഞ്ഞതിന് ശേഷം പ്രദക്ഷിണമായി വന്ന് നന്ദിക്കും കൂടി ഒഴിഞ്ഞ് നന്ദിയുടെ ചെവിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നതാണ് ശിവദീപം. മുട്ടറക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരവും പഴവുമായി ഏത് മുട്ട് മാറുന്നതിന് വേണ്ടിയിട്ടാണോ, വിദ്യാ തടസ്സം, വിവാഹ തടസ്സം, തൊഴിൽ മുട്ട്, ആരോഗ്യമുട്ട്, അങ്ങനെ 10-21ഓളം മുട്ടുകളുണ്ട്. ആ മുട്ടറുക്കൽ നടത്തുന്നതിനായിട്ട് നേരിട്ട് വന്ന് ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് മുട്ടറുക്കൽ. പഠിക്കുന്ന കുട്ടികൾ അവരെന്നെ വന്ന് ഒരു ദീപം കത്തിച്ച് ഒരു പ്രദക്ഷിണമായി സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്ന പൂജയാണ് വിദ്യാ സാരസ്വതാർച്ചന. അത് രാവിലത്തെ നേരങ്ങളിലാണ് പ്രാധാന്യം. മുട്ടറുക്കൽ വെള്ളിയാഴ്ച മാത്രം, ശിവദീപം ഞായറാഴ്ച മാത്രം. സകല കുടുംബ സൗഖ്യത്തിനായി പ്രദോഷ പൂജ മാസത്തിൽ 2 എണ്ണം ഉണ്ട്. ആ 2 പ്രദോഷ പൂജകൾ വൈകുന്നേരങ്ങളിലും അഭിഷേകങ്ങളും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്.